റെസ്പെക്റ്റഡ് സർ, ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ ഡീറ്റെയിൽഡായി ആവശ്യമില്ലെന്നറിയാം. ഞാൻ ജൂലി, ലക്ഷ്മിയുടെ സുഹൃത്ത്. പക്ഷേ ശത്രു എന്ന് പറഞ്ഞത് ഒരു പഴങ്കഥയാണ്. യൂണിവേഴ്സിറ്റി കോളേജിലെ താപ്പാനയായ എന്റെ മുന്നിൽ അവതരിച്ച തമ്പുരാട്ടിക്കുട്ടി കോളേജിലെ ജേർണലിസം കോഴ്സ് തുടങ്ങാൻ പോകുന്നു. ഞാനും ലക്ഷ്മി സ്റ്റുഡൻസ്. തമ്പുരാട്ടിയുടെ എഴുന്നള്ളത്തിനെ കുറിച്ച് നേരത്തെ കേട്ടു. വംശഗുണം എനിക്ക് പുച്ഛമാണ് തോന്നിയത്. മാരുതി എസ്റ്റീമും സീലോയും മേഴ്സിഡസും ചെത്തി നടക്കുന്ന കാലത്ത് അത് എഫോർഡ് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിലും ഒരു 58 മോഡൽ കാറിലായിരുന്നു ഹോസ്റ്റലിലേക്കുള്ള തമ്പുരാട്ടിയുടെ എഴുന്നള്ളത്ത്. ജൂലി, ആ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യേ, ഞാൻ മേത്തന്നെ കണ്ടിട്ട് വരാം. കാറിന് സാധനങ്ങളൊക്കെ ഇറക്കിക്കോളും. ലഗേജ് ഒക്കെ കാറിലുണ്ട്. ആ, ആദ്യം പോയി റൂമൊക്കെ ഒന്ന് നോക്കിക്കാണൂ. യെസ് മാഡം. ഗീത, ഈ കുട്ടിക്ക് റൂം നമ്പർ 9 ഒന്ന് കാണിച്ചു കൊടുക്കൂ. വരൂ. എന്താ പേര്? ലക്ഷ്മി. എന്തൊരു നാറ്റമാ! എന്ത് പെർഫ്യൂമായി ഇളയറാണി വാരിപ്പൂശിയിരിക്കുന്നത്? പഴകിയ ഒരു വളിച്ച മണം. 1947 മുമ്പ് ഏതേലും വൈസ്രോയോ ദിവാനോ അന്തപുരത്തിൽ കാഴ്ചവെച്ചാലും വളിച്ചു. ഞാൻ ലക്ഷ്മി. കുട്ടിയുടെ പേരെന്താ? അയ്യടാ, കുട്ടിയോ? ഞാൻ കുട്ടിയൊന്നുമല്ല. കണ്ടില്ലേ പോത്തിനെ പോലെ വളർന്നു നിൽക്കുന്നത്. വളർന്നത് പോത്തിനെ പോലെയാണെന്ന് വെച്ചാലും പോത്തിന്റെ ചായ തീരെ ഇല്ല കേട്ടോ. യു ആർ സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു. പക്ഷേ സ്വഭാവം കുരങ്ങന്റേതാണെന്ന് മാത്രം. കേട്ടിട്ടില്ലേ? വിസ്കി, ബ്രാൻഡി, വൈൻ, പെർഫ്യൂം, അച്ചാറ്, നെല്ല്, ഇതൊക്കെ പഴകും തോറും നന്നാവാറ്. പേര് പറഞ്ഞില്ല. ജൂലി. ഓ, അപ്പൊ ചട്ടക്കാരിയാണല്ലേ? മേട്രം പറഞ്ഞിരുന്നു എന്റെ റൂംമേറ്റ് ആണെന്ന്. ജൂലി ചമ്മിയല്ലേ? ഇത് ദുർഗന്ധമൊന്നും അല്ല കേട്ടോ, കാച്ചെണ്ണയാ. നീലിപ്രങ്കാതി. തല തണുക്കും. ആരംഭത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവെങ്കിലും കുളിക്കാതെ നനയ്ക്കാതെ ചുമ്മാ പന്ന പെർഫ്യൂം അടിച്ച് നടക്കാണ്ട് ഈ എണ്ണ പുരട്ടി കുളിച്ച കുട്ടിയുടെ ചപ്രത്തലമുടിയുടെ ബ്രൗൺ കളർ ഒക്കെ അങ്ങ് മാറും. ശരിക്കും ചമ്മിപ്പോയി സർ. ഞാൻ എന്റെ പൈതൃകത്തെ, വംശത്തെ ഒക്കെ അവൾ തികഞ്ഞ മാന്യതയോടെ മർമ്മത്ത് കൊള്ളുന്ന മാതിരി പരിഹസിച്ചു. ഒരു റാഗിംഗ് തരപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ എല്ലാം പൊളിഞ്ഞു. മാസത്തിലെ എല്ലാ 10-ാം തീയതിക്ക് മുമ്പ് നടക്കുന്ന എന്റെ ദുർഗതിയുടെ തനി ആവർത്തനം. കോളേജിലും ഹോസ്റ്റലിലും ഫീസ് കൊടുക്കാനില്ലാതെ 5-6 ദിവസം ഞാൻ പുറത്താകും. പിന്നെ പട്ടിണി, ക്ലാസ്സിൽ പ്രവേശനമില്ലാതെ അലഞ്ഞു തിരിയൽ. 4-5 ദിവസത്തിനുള്ളിൽ ഡാഡി എവിടെന്നെങ്കിലും ഫീസ് ഒപ്പിച്ചു തരും. ഡാഡി എത്താഞ്ഞതിനാൽ എന്റെ റാഗിങ്ങും മുടങ്ങി. ഈ ജൂലി, നീ ഒന്നും കഴിക്കുന്നില്ലേ? ക്ലാസ്സിലും കണ്ടില്ല. ബ്ലാക്ക് കോമഡി വേണ്ട. 6 ദിവസം വരെ ജൂലി പട്ടിണി കിടന്നിട്ടുണ്ടടി ഇതിനു മുമ്പും. പുല്ലുപോലെ. നിന്റെ ഹോസ്റ്റൽ ഫീസും കോളേജ് ഫീസും ഒക്കെ അടച്ചു. അടച്ചോ? ആര്? ലക്ഷ്മി. അലഞ്ഞു തിരിഞ്ഞ് നല്ലൊരു വൈറൽ ഫീവർ പിടിച്ചാണ് അന്ന് ഞാൻ വീട്ടിലെത്തിയത്. ജൂലി, come on, come on. Have the soup. No, mummy. No. Come on. മാഗി,
ആ മാഗി ആ ഇതെല്ലാം കിച്ചണിൽ കൊണ്ടുവെക്ക്. രണ്ടാഴ്ചത്തേക്കുള്ള വീട്ടു സാമാനങ്ങളാ. Where did you get it, man? യു കീപ് ഇറ്റ് ഇൻസൈഡ്. ടേക്ക് ദിസ്. ജൂലി, എവിടുന്നാ ഡാഡി ഇതൊക്കെ? അതൊക്കെ പറയാം. നമ്മുടെ ഗസ്റ്റ് ആരാണെന്ന് കണ്ടോ? രാജകുമാരിയാ, രാജകുമാരി. വരൂ കുഞ്ഞേ. ഇതെല്ലാം മോളുടെ പ്രസന്റാ. പ്രസന്റ് എന്ന് പറഞ്ഞ പ്രസന്റ് അല്ല, ലോൺ ലോൺ. ആ ഫ്രഞ്ച് കപ്പലൊന്ന് വന്നോട്ടെ. ഇതെല്ലാം ഡാഡി തിരിച്ചു കൊടുക്കും, അല്ലേ മോളെ? ഇരിക്കാൻ പറ മോളെ. ഷീസ് അവർ ഗസ്റ്റ്. കുട്ടിയെന്ന് എന്തോ പറഞ്ഞ് കളിയാക്കിയപ്പോ ഞാനും ഒന്ന് റിയാക്ട് ചെയ്തു. പറഞ്ഞത് ഇത്തിരി കടുത്തുപോയെന്ന് അന്നേ എനിക്ക് തോന്നി. ദാരിദ്ര്യം ഒരു കുറ്റമല്ലല്ലോ, അതിനെ പുച്ഛിക്കരുതെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഞാൻ അന്ന് ചെയ്തതും അതാ. മാപ്പ്. ഒറ്റ പുത്രിയായി കോലോത്ത് അടച്ചു പൂട്ടിയാ വളർന്നേ. എനിക്കൊരു നല്ല കൂട്ടുകാരി ഉണ്ടായിരുന്നില്ല ഇതുവരെ. ഇതാ ഇപ്പോഴുണ്ട്, ജൂലി. ഹരിയേട്ടാ, ഹരിയേട്ടാ! എന്താ ലക്ഷ്മി, എന്തു പറ്റി? സ്വപ്നം കണ്ടോ? ആരേ ഈ ഹരി? ഓ അതോ, ഭയന്നപ്പോ കൃഷ്ണനാമം ജപിച്ചതാ. ഹരി, ഹരിഹരൻ ഒക്കെ കൃഷ്ണൻ തന്നെ. വേളച്ചിൽ കള പെണ്ണേ. പേടി വന്നാലേ ഞങ്ങളും വിളിക്കും ഈശ്വരനെ. പക്ഷേ അത് ഈശോ ചേട്ടാന്നോ ക്രൈസ്റ്റ് അങ്കിളെന്നോ ആയിരിക്കില്ല. ഒരു ഹരിയേട്ടൻ. നീ ആര്? ഭക്തമീരയോ? ആരാടി അവൻ? ഹരിന്ന അവന്റെ പേരല്ലേ? ഹരിപ്രസാദ്. എനിക്ക് നല്ല പേടിയുണ്ട് ഹരിയേട്ടാ. ടൈംസ് ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റന്റ് എഡിറ്റർ, കൊള്ളാവുന്ന ശമ്പളം, ക്വാർട്ടേഴ്സ്, അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട്. ആര് വലിച്ചെറിഞ്ഞു? ഓൺ ലീവ് 2 മാസം, ഏറിയാൽ 6 മാസം. അത് കഴിഞ്ഞാൽ ലാവണം പഴയത് തന്നെ, ബോംബെ. എന്നാലും ഹൈ റിസ്ക് ഉള്ളതല്ലേ ഇപ്പോഴത്തെ പണി. എന്തിനാ, ആർക്കു വേണ്ടിയാ? കാശിനോടുള്ള ആർത്തി, അല്ലാണ്ട് എന്താ. ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടി? വെറും ക്വാർട്ടേഴ്സ്. വല്ലവന്റെ ഔദാര്യം. അനാഥനായി ഈ ഇഴയ്ക്ക് ഏതെങ്കിലും പൊന്നുതമ്പുരാൻ കരവൊഴിവായി പതിച്ചൊന്നൊന്നും അല്ല. പിന്നെ ജോലി, അതിനും സ്ഥിരതയൊന്നുമില്ലല്ലോ. തീഹാർ ജയിലിൽ കിടക്കുന്ന ഏതെങ്കിലും ഉണക്ക സഹമന്ത്രിയുടെ 14ാമത്തെ കീപ്പിലെ 7ാമത്തെ സന്താനത്തിന്റെ ഒരു ഫോൺ കോൾ ഞങ്ങളുടെ ഡയറക്ടർ ബോർഡിലെ ഏതെങ്കിലും ഒരു കോന്തന്. തീർന്നു. ഹരിപ്രസാദ് എന്ന ജേർണലിസ്റ്റ് അവിടെ അവസാനിച്ചു. ഇതാവുമ്പോ എന്റെ അന്വേഷണം സക്സസ്ഫുൾ ആയാൽ 10 ലക്ഷം രൂപ, ജുഹൂൽ ഒരു ഫ്ലാറ്റ്, ഒരു കാറും സ്വന്തം. ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ജോലി എന്തിനാന്നാ ചോദിക്കുന്നത്? വിശ്വസിച്ച് കൂടെ ഇറങ്ങി വരാൻ പോകുന്ന എന്റെ തമ്പുരാട്ടിക്ക് ആരാന്റെ ക്വാർട്ടേഴ്സ് അന്തപുരം ആവണ്ട. എന്റെ സ്വന്തം അന്തപുരം അതുണ്ടാക്കിയിട്ടേ ഞാൻ കൊണ്ടുപോകൂ. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു ജീവിതം എനിക്കത് കഴിയും. നിനക്കത് താങ്ങാനാവില്ല. ഞാനത് സമ്മതിക്കില്ല. ഇന്റർനാഷണൽ റെപ്യൂട്ടേഷനുള്ള ടൈംസ് ഓഫ് ഇന്ത്യയിലെ ലേഖകൻ സ്വന്തം കാമുകിയോട് പോലും തുറന്നു പറയാത്ത അജ്ഞാത ദൗത്യമായി കേരളത്തിലെത്തുക വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഓഫ് കോഴ്സ് ഇൻസെക്യൂറായ 4th എസ്റ്റേറ്റ് പ്രൊഫഷനെ കുറിച്ച് പറഞ്ഞ് ലക്ഷ്മി അയാൾ വിശ്വസിപ്പിച്ചെങ്കിലും എനിക്ക് സംശയം ബാക്കി. എന്താ അയാൾക്ക് അവിടെ ജോലി? താൻ ധരിക്കുന്നത് പോലെ അത്ര റിസ്ക് ഉള്ള പണിയൊന്നുമല്ല. പത്രപ്രവർത്തനം തന്നെ. പക്ഷെ റിപ്പോർട്ട് പോകുന്നത് പത്ര ഓഫീസിലേക്കല്ലെന്ന് മാത്രം. 4th എസ്റ്റേറ്റിന്റെ മാന്യത മുഴുവനും ഉണ്ട്. ന്യൂസ് മാത്രം മതി, വ്യൂസ് വേണ്ട. എന്താ ജോലി? യൂസ് യുവർ ജനറൽ നോളജ്. ഇന്ത്യക്ക് ഏറ്റവും അധികം വിദേശ നാണ്യം നേടിത്തരുന്ന സോഴ്സ് ഏതാണ്? കേരളത്തിന്റെ റബ്ബർ, ചുക്ക്, കുരുമുളക്, കാഷ്യൂ, മാൻ പവർ. ബേബി മണ്ണാങ്കട്ട. ഇതൊന്നുമല്ല. ആ ഞാൻ പറയാം. പ്രധാനമന്ത്രിയും ഫൈനാൻസ് മിനിസ്റ്ററും ആഘോഷമായിട്ട് പറഞ്ഞു നടന്നിരക്കുമ്പോ സായിപ്പ് കൊടുക്കുന്ന പിച്ച, വേൾഡ് ബാങ്കിന്റെ ലോൺ. ഇൻ എ വേ യു ആർ റൈറ്റ്. പക്ഷെ അതുമല്ല. പിന്നെ മയക്കുമരുന്നുകൾ.
കഞ്ചാവ്, LSD, ബ്രൗൺ ഷുഗർ തുടങ്ങി ഫെഡോൺസ് എന്നറിയപ്പെടുന്ന സ്പേസ് ഏജ് ചരക്ക് വരെ ഉപയോഗിക്കുന്നവർ ആജീവനാന്തം അഡിക്ട്സ്. അഫ്ഗാനിസ്ഥാനിലും വഴിവിരിഞ്ഞ സോവിയറ്റ് യൂണിയനിലും എല്ലാം വിളയുന്ന കഞ്ചാവ്, മരിയുവാന തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ പാകിസ്ഥാനിലൂടെ ഇന്ത്യയിലെത്തുന്നു. പ്രോസസിംഗ് ഇവിടെയാണ്. വെരി അഡ്വാൻസ് കെമിക്കൽ പ്രോസസിംഗ്. ആറ്റം ബോംബ് ഉണ്ടാക്കിയ അമേരിക്കക്കാരന്റെ കയ്യിൽ പോലും ഇല്ലാത്ത ടോപ്പ് സീക്രട്ട് ടെക്നോളജി. വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതൊക്കെ പോട്ടെ. ഉണ്ടാക്കുന്ന ചരക്കുകളുടെ ഔട്ട്ലെറ്റ് ഏതാണെന്നറിയോ? എക്സ്പോർട്ട് സോൺ, കയറ്റുമതി മേഖല. ഇറ്റ്സ് നോട്ട് ബോംബെ, നോട്ട് കാൽക്കട്ട ആൻഡ് നോട്ട് ഈവൻ ബംഗ്ലാദേശ് ബോർഡർ. കേരളമാണ്. യെസ്, ആ ബ്ലഡി കേരള. ആരാ ഇതിന്റെയൊക്കെ പിന്നില്? എന്താ അവരുടെ ലക്ഷ്യം? അതറിഞ്ഞാൽ എന്റെ ജോലി കഴിഞ്ഞല്ലോ. കഴിഞ്ഞ വർഷം നടന്ന ഒരു ബോംബെ ഗാങ് വാർ ആണ് എന്നെ ഇവിടെ എത്തിച്ചത്. എന്റെ ബോസും സ്മഗ്ലർ തന്നെ. മയക്കുമരുന്നല്ല, സ്വർണത്തിലാണ് താല്പര്യം. ഹരിയേട്ടന്റെ ബോസ്? തൽക്കാലത്തെ ബോസ്. ഈ ജോലി എന്നെ ഏൽപ്പിച്ചവൻ. ജോലി എന്ന് തീരുന്നുവോ അതുവരെ ബോസ്. അത്ര തന്നെ. അയാളുടെ ഒരു പഴയ ശിങ്കടിയാണ് ഇപ്പോഴത്തെ നക്കോട്ടിക് കിങ്. പഴയ പക. എക്സ്പോർട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്താൽ പിന്നെ തമ്മിത്തല്ല അവര് തങ്ങളിലായിക്കോളും. നമുക്ക് സുഖം, സ്വസ്ഥം. എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് ഹരിയേട്ടാ. ഇത്രയും ഇൻവോൾവ് ആയ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞാലും ഇനി ഹരിയേട്ടൻ പിന്മാറില്ലെന്ന് എനിക്കറിയാം. മനസ്സിന്റെ ഭാരം ഒറ്റയ്ക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഞാനിതൊക്കെ ജൂലിയോടൊന്ന് പറഞ്ഞോട്ടെ, ഒരാശ്വാസത്തിന്. അവളെ വിശ്വസിക്കാമോ? തീർച്ചയായും. എവിടെയോ ചില മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ടല്ലോ ലക്ഷ്മി. എന്ത് മിസ്സിംഗ്? നിന്റെ ഹരിയേട്ടൻ ആ ബോസിന്റെ പേര് പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ ചോദിച്ചില്ല, പറഞ്ഞില്ല. നോ, ഹരി നിന്നോട് എല്ലാം തുറന്നു പറഞ്ഞില്ല, പറയേയില്ല. അയാൾ എന്തൊക്കെയോ ഒളിക്കുന്നു, മനഃപൂർവം. നീ അല്ലെങ്കിലും വല്ലാത്തൊരു സിനിക്ക. ഞാനിത് ആദ്യം മുതലേ ശ്രദ്ധിക്കുന്നതാ. ഹരിയേട്ടനെ കുറിച്ച് പറയുമ്പോ നിനക്ക് എന്തോ ഒരിത്. കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളോട് നിനക്ക് എന്താ ഇത്ര വിരോധം? ലക്ഷ്മി, ലക്ഷ്മി എന്നോട് പിണങ്ങിയോ? എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല. ഇഷ്ടമുണ്ട്, ഒരുപാട് ഇഷ്ടം, ഒരുപാട് നന്ദി, ഒരുപാട് കടപ്പാട്. അതൊക്കെ നിന്നോട്, നിന്നോട് മാത്രം. അയ്യേ, എന്താ ഇത്? മദാമ്മക്കുട്ടി ചിണുങ്ങ. അതിരിക്കട്ടെ. ഹരിവർമ്മ തമ്പുരാന് അടിയൻ എപ്പോഴാ ഒന്ന് മുഖം കാണിക്ക? ആ, അത്രയ്ക്ക് രോമാഞ്ചൊന്നും വേണ്ട. നിനക്ക് ഒരു ലേശം കരിങ്കണ്ണുണ്ട്. കണ്ണുവെച്ചളയല്ലേ? അങ്ങേരാണെങ്കിൽ ബോംബെ പാർട്ടി. നിന്റെ ഈ ചെത്ത് സ്റ്റൈലും ഒക്കെ കണ്ട വേണ്ട വേണ്ട, നേരിട്ടൊരു മീറ്റിംഗ് വേണ്ട, ഫോട്ടോയിൽ ഒതുക്ക. നോക്കട്ടെ. അയ്യോ, ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടുണ്ട് സർ, ഹരിപ്രസാദിനെ. അയാൾ ഹരിപ്രസാദ് അല്ല സർ, സൂര്യയാണ്, സൂര്യ. അയാൾ അന്ന് കടൽ തീരത്ത് നിന്ന് വെല്ലുവിളിച്ചപ്പോൾ കയ്യിലൊരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അയാളുടെ ഫോട്ടോഗ്രാഫ്സ് എടുക്കുമായിരുന്നു, കാണിക്കുമായിരുന്നു. അന്നത്തെ കടപ്പുറത്തെ അടിപിടിക്ക് ശേഷം KK നായരും സൂര്യയും തമ്മിലുള്ള ഗ്യാങ് വാർ സ്ട്രോങ് ആയി എന്ന് ഞാൻ അറിഞ്ഞു. അയാളുടെ ഗോഡൌണുകൾ ഒന്നും സേഫ് അല്ലാതായി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും എന്റെ വീടൊരു ഗോഡൌൺ ആക്കേണ്ടി വന്നു ഡാഡിക്ക്. ഞാനും മമ്മി എതിർത്തതാ. പക്ഷേ KK നായരെ വിലക്കാൻ ഡാഡിക്ക് ഭയം.
ഞാൻ ഇതെല്ലാം ലക്ഷ്മിയോട് പറഞ്ഞു. ആ പൊട്ടിപ്പെണ്ണ് ഇതൊക്കെ ഹരിപ്രസാദിനോട് പറഞ്ഞു എന്ന് ഉറപ്പ്. വില്യംസ് എവിടെ? എന്താ? എന്തിനാ? അയ്യോ, പോലീസോ? എനിക്കറിയില്ല സാർ. Please.